നമ്മളിപ്പം തിരുവൈരാണിക്കുളം യാത്രയിലാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ ആദ്യം അമ്പലപ്പുഴയിലാണ് പോയത്. അമ്പലപ്പുഴ ചെന്നപ്പോഴത്തേക്ക് വെളുപ്പാങ്കാലമായിപ്പോയി. ഒരു നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇരുട്ടായത് കാരണം വീഡിയോ എടുത്തില്ല. അപ്പോൾ ഒരമ്പലത്തിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് തിരുവിഴ മഹാദേവ ക്ഷേത്രമാണ്. തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞത് ഭയങ്കരമായ വലിയൊരു ക്ഷേത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. നമ്മളെ എല്ലാ വർഷവും ബാബു എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുപോകും. ബാബു എന്ന് പറയുന്നത് നമ്മുടെ ഒരു വണ്ടി കൊണ്ടുപോകുന്ന ആളാണ്. അതിലുപരി നമുക്കൊരു സഹോദര സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെയാണ് ഞങ്ങളെ എല്ലാവരെയും ഒരു സഹോദരിമാരെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. അത്രയും സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അങ്ങനെ ഈ വർഷവും നമ്മളെ വിളിച്ചപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. പലയിടത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അങ്ങനെ അമ്പലപ്പുഴ ഞങ്ങളെല്ലാം തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന അമ്പലം തിരുവിഴ മഹാദേവ ക്ഷേത്രമാണ്. അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ്. കാരണമെന്ന് പറഞ്ഞാൽ കൈവിഷം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്നാൽ അത് മാറ്റിക്കൊടുക്കുമെന്നാണ് അവിടെ ഞങ്ങൾ അമ്പലത്തിൽ ചോദിച്ചപ്പം പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. വീടൊക്കെ എടുത്ത് ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ കെട്ടിയിട്ടേക്കാണ്. അവിടെ താമസിച്ചാണ് നമുക്ക് ഈ കൈവിഷം ഇറക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അവിടെ മരുന്ന് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അവിടെ നിന്ന് തിരുമേനി വന്ന് അവരെ ഇരുത്തി മരുന്നുകളൊക്കെ കൊടുത്താണ് എന്തോ കൊടുത്ത് ഈ കൈവിഷം ഇറക്കുമെന്നാണ് പറയുന്നത്. അത് ഒരുപാട് സത്യമാണെന്ന് അവിടെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനുള്ളൊരു മഹാക്ഷേത്രമാണ്. മഹാദേവനാണ്, ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അതുമൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഒത്തിരി സന്തോഷം. ഞാനിപ്പോൾ ഈ അമ്പലത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അത് നിങ്ങൾ കാണുക. ഒരുപാട് വലിയൊരു ക്ഷേത്രമാണ്. ആദ്യമായിട്ടാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടത്. ശരിക്കും ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. വലിയൊരു ക്ഷേത്രമാണ്. ബാബുവിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് പുതിയ പുതിയ അമ്പലങ്ങളിൽ പോകാനുള്ളൊരു അവസരം നമുക്ക് കിട്ടും. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എല്ലാ അമ്പലങ്ങളിലും പോകാൻ പറ്റും. സാധാരണ അങ്ങനെ അല്ലാതെ നമ്മൾ ഒരു അമ്പലത്തിലേക്ക് മാത്രം പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പൈസ ചിലവുകളായാലും എല്ലാം കൂടുതലാണ്. പക്ഷേ ഇതിപ്പം നമ്മൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളും പോകാൻ പറ്റും. ബാബു അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇതാണ് ബാബുവും ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെ എല്ലാ വർഷവും കൊണ്ടുപോകുന്ന വ്യക്തികളാണ് അവർ. വലിയ സന്തോഷമായിരുന്നു നമുക്ക് അവരോടൊപ്പം പോകുന്നത്. നല്ലൊരു യാത്രയാണ്. അപ്പം നിങ്ങളെയും കൂടെ അതെല്ലാം നിങ്ങളെല്ലാവരും കാണുക. ഞങ്ങളൊരു 8 അമ്പലങ്ങളിലോളം പോയിട്ടുണ്ട്. നമുക്കതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കാണാമല്ലോ. അനേകം ആൾക്കാർ പോകാത്തവർ കാണും, പോയിട്ടുള്ളവർ കാണും. അപ്പോൾ പോകാത്ത ആൾക്കാർക്ക് പോകണമെന്നൊക്കെ തോന്നുമല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവർക്ക് പോകാതിരിക്കുന്ന ആളുകൾക്കൊന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ ഒന്ന് കാണുകയും ചെയ്യാം. ആ ഒരു ദർശനം കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ അടുത്ത അമ്പലത്തിലേക്ക് പോകാനുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറുകയാണ്. നല്ലൊരു അനുഭവമാണ് അങ്ങനെ പോകുമ്പം. വർഷത്തിലൊരിക്കലും ഞങ്ങൾ പോകാറുണ്ട് ഇവിടെ എല്ലാ അമ്പലങ്ങളിലും. നല്ലൊരു കുളമാണ്, ഒരു ചിറയാണ് അവിടുത്തെ. വലിയൊരു ചിറയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടും. അതൊരു നല്ലൊരു അനുഭവമാണ്. അത് നമുക്ക് കുറച്ച് അറിയാവുന്ന ആൾക്കാരുമായിട്ടൊക്കെ പോകുമ്പം കുറച്ചുകൂടെ സന്തോഷമാണ്. പിന്നെ ബാബുവിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സന്തോഷം തരുന്നതാണ്. നമുക്ക് ഒരു സ്ട്രിക്റ്റ് ഒന്നുമില്ല. നമുക്ക് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷോപ്പിംഗ് ചെയ്യാനോ എല്ലാത്തിനുമുള്ള അവസരം ബാബു തരാറുണ്ട്.
അതാണ് നമ്മൾ എല്ലാ വർഷവും ഈ വണ്ടിയിൽ തന്നെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നരസിംഹസ്വാമി ക്ഷേത്രം. അടുത്ത നമ്മൾ തുറവൂർ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തുറവൂർ അമ്പലമായി. തുറവൂർ ക്ഷേത്രത്തിൽ നരസിംഹ ഭഗവാനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ എല്ലാ വർഷവും പോകാറുണ്ട്. അവിടെ പോയിട്ടുള്ളതാണ്. എല്ലാ വർഷവും നമ്മൾ ഈ അമ്പലത്തിൽ വരാറുണ്ട്. ഈ തിരുവൈരാണിക്കുളം യാത്രയിൽ നമ്മളെല്ലാ വർഷവും തൊഴുന്ന ക്ഷേത്രമാണ്. അതും ഒരു വലിയ ക്ഷേത്രമാണ്. നല്ല ചുറ്റമ്പലവും എല്ലാം ഉള്ള വലിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതിനേക്കാട്ട് കൂടുതൽ നമുക്ക് ദർശനം കിട്ടുന്നതല്ലേ, അതാണ് കൂടുതൽ പറയാത്തത്. എല്ലാം നിങ്ങൾ കാണുക. ആ ദർശന ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ, ആ പുണ്യം. അതും വലിയൊരു ക്ഷേത്രവും ചുറ്റുമൊക്കെ വലിയൊരു അമ്പലമാണ്. വെടിയൊക്കെ ഇവിടെ നടക്കുന്നത്. വെടി വഴിപാട്. വലിയൊരു ചിറയാണ് ഇവിടുത്തെ. കുളവും ചിറയും ഒക്കെ പരിസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സീസൺ ആയതുകൊണ്ട് ശരിക്കും ആൾക്കാർ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവൈരാണിക്കുളം യാത്രയിൽ ഈ അമ്പലങ്ങളിലൊക്കെ മിക്ക ആൾക്കാരും ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അവരെല്ലാവരും പോയി വന്ന് തൊഴാറുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ആലുവയിലോട്ട് പോവുകയാണ്. ശിവരാത്രി നടക്കുന്ന അമ്പലം അറിയാമല്ലോ, ആലുവ മണപ്പുറം മഹാദേവൻ്റെ ക്ഷേത്രം തന്നെയാണത്. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. വണ്ടിയിലിരുന്ന് ഞങ്ങൾ രണ്ടും കൂടാണ് പോയത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി, ആലുവ മണപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ വണ്ടി. അങ്ങനെ എല്ലാവരും ഇറങ്ങി. അമ്പലത്തിൻ്റെ പരിസരത്താണ്. ഇവിടെയും നമ്മൾ എല്ലാ വർഷവും വരാറുള്ളതാണ്. ഇവിടെ തിരുവൈരാണിക്കുളം യാത്രയിൽ ഈ അമ്പലവും നമ്മളെപ്പോഴും ഉൾക്കൊള്ളിപ്പിക്കുന്നതാണ്. നല്ലൊരു സമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ കിട്ടുന്നൊരു പരിസരമാണ് മഹാദേവൻ്റെ അടുത്ത് ഇവിടെ തിരുവൈരാണിക്കുളത്ത്. തിരുവൈരാണിക്കുളം അല്ല, ആലുവ മണപ്പുറവും മഹാശിവരാത്രി നടക്കുന്ന അമ്പലവുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. നമുക്കിവിടെ വരുമ്പോൾ ഒരു മനസ്സിന് എന്തൊന്നില്ലാത്തൊരു സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നതാണ്. ഇതിൻ്റെ ചുറ്റുപാടും ഒക്കെ നല്ലത്. നമുക്ക് ആ ആറിൻ്റെ അടുത്ത് പോയിരിക്കുന്നതും ഒക്കെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് സന്തോഷമായിരുന്നു ഇവിടെ വരുന്നത്. നമുക്ക് എല്ലാ വർഷവും ഇവിടെ വരുമ്പം കുറച്ച് സമയം ഞങ്ങളിവിടെ ചിലവഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെയാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ കുറച്ച് സമയം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബാബു ഇങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മളൊരാളായിട്ട് വളരെ പാവം പിടിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ വെച്ച് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലുള്ളൊരു സ്റ്റുഡൻറ്റ് ആലുവയിലുള്ള എന്നെ കാണാൻ വന്നു. ഞാൻ കണ്ടിട്ടേ ഇല്ല, പക്ഷേ നേരിട്ട് കണ്ടില്ല. ഞാനിങ്ങനെ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നെ കാണാനായിട്ട് ഓടിയെത്തിയിരുന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷം തന്നൊരു കാര്യമാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിവിടെ വന്നപ്പോൾ അടുക്കാറായപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ടീച്ചറെ എവിടെയായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഞാൻ ഇന്നടുത്തോട്ട് പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഓടി വന്ന് എന്നെ കാണാൻ പറ്റി, കണ്ട്. അതിനകത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എവിടെയോ കാണും. ഒത്തിരി സന്തോഷമായിരുന്നു അത്. പിന്നെ അമ്പലത്തിൽ ഞങ്ങൾ കുറേ ആൾക്കാർ തൊഴുതുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ ഒരു കാഴ്ച നമുക്ക് മറക്കാനാവാത്തൊരു കാഴ്ചയാണ്. അത്രയും നല്ല ഒരു സന്തോഷമാണ് ആലുവ മണപ്പുറത്ത് ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോഴും ആ ഭഗവാന്റെ അടുത്തൊക്കെ നിൽക്കുന്നത് ഒക്കെ. അതാണ്ട് നമ്മളിവിടെ ചെവിയിൽ ഇങ്ങനെ നന്ദികേശൻ്റെ ചെവിയിൽ നമ്മുടെ കാര്യങ്ങളും പ്രാർത്ഥന പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. എല്ലാ വർഷവും വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഭഗവാന്റെ ചെവിയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതെല്ലാം നടക്കുകയും ചെയ്യും. ഈ വർഷവും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുള്ളി വീഡിയോ എടുത്തേക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കാണ് അതിങ്ങനെ പറയുന്നതിന്. ഇങ്ങനെ ക്യൂ നിൽക്കുകയാണത്. സത്യമായ കാര്യമാണ്. ഒരു ചെവി അടച്ചു പിടിച്ചിട്ട് മറ്റേ ചെവി കൊണ്ട് നമ്മൾ പറയും. ആ പ്രാർത്ഥന സത്യമാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന വിളക്ക് തിരി എള്ളെണ്ണ ഒക്കെ അവിടെ കത്തിക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഇതാണ് എൻ്റെ സ്റ്റുഡൻറ്റ്, മൈന മോളെന്നാണ് ഞാൻ വിളിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. എന്നെ കണ്ട ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ സ്റ്റുഡൻ്റാണ്, യോഗ ക്ലാസ് ഇരിക്കുന്ന ആളാണ്, ആലുവയിലുള്ളതാണ്. അങ്ങനെ കണ്ട ഒരു സന്തോഷമാണ്. എന്നെ കണ്ടിട്ട് പോവുകയാണ്. കുറേ സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് 2 വീലറിലൊക്കെയാണ് വന്നത്. മിടുക്കി കുട്ടിയായിട്ട് പോവുക. അതും ഈ യാത്രയിൽ ഒത്തിരി സന്തോഷമായിരുന്നു. നിങ്ങളാ ചുറ്റുമൊക്കെ ഒന്ന് കാണുക. മിക്ക ആൾക്കാരും ഇവിടെയൊക്കെ വന്നവരായിരിക്കും. എന്നാലും ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര മനസ്സിനൊരു നല്ല ശാന്തിയാണ്. ആറിൻ്റെ അടുത്തൊക്കെ പോയിരിക്കുമ്പം ഭയങ്കര നല്ല. ഞങ്ങളവിടെയൊക്കെ പോയായിരുന്നു. മഴ സമയത്തൊക്കെ ഇവിടെ എല്ലാം ഭയങ്കര വെള്ളമായിരിക്കും. അമ്പലമൊക്കെ വെള്ളത്തിലായിരിക്കും നിൽക്കുന്നത്. നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണാറുണ്ട്. കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ കിട്ടി. ഞങ്ങളവിടെ നല്ലതായിട്ടൊക്കെ തൊഴുത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്നാണ് കഴിച്ചത്. ഇനി അവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. തിരുവൈരാണിക്കുളത്തേക്ക് ആയി. ഞങ്ങൾ തിരുവൈരാണിക്കുളത്തെത്തി. തിരുവൈരാണിക്കുളത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. വർഷത്തിൽ 12 ദിവസം തുറക്കുന്ന മഹാദേവി പാർവതീദേവിയുടെ ക്ഷേത്രമാണ്. അത് മഹാ അത്ഭുതങ്ങൾ കാണിക്കുന്ന ദേവിയുടെ ക്ഷേത്രം തന്നെയാണത്. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വർഷത്തിൽ നമ്മളിവിടെ പോകാറുണ്ട്. 1-2 വർഷം എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ച കാരണം പോകാതിരുന്ന്, അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വീണ്ടും ഞങ്ങൾ പോകുന്നത്. ഭയങ്കര വിഷമമായിരുന്നു പോകാത്തതിന്. അപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം വീണ്ടും പോകാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ബാബുവിനെ വിളിച്ച് പറഞ്ഞതും ഞങ്ങൾ പോയതുമൊക്കെ. എൻ്റെ ബാബുവാണ് ഈ നടന്നു വരുന്നത്, കഴുത്തിൽ ഇതൊക്കെ ഇട്ട്. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്ക്. അമ്പലത്തിൽ ഭയങ്കര തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്, എങ്കിലും ആളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരുപാട് നേരം നിൽക്കാതെ ഇങ്ങനെ ക്യൂ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അകത്ത് ഞങ്ങൾ ക്യൂവിൽ കയറിയില്ല, പോകാൻ പോകുന്നതേ ഉള്ളൂ. ഇത് മുകളിൽ നിന്ന് ഞങ്ങൾ എടുത്തതാണ് വീഡിയോ. അമ്പലത്തിനകത്ത് ഞങ്ങൾ കയറിയില്ല, കയറാൻ പോകുന്നതേ ഉള്ളൂ. മുകളിൽ നിന്നിട്ട് അകത്തെ തിരക്കെടുത്തതാണ്. അതുകൊണ്ട് ലൈനിലൊക്കെ കയറിയിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ ലൈനിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല നല്ല ലൈനുണ്ടായിരുന്നു. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ലൈനുണ്ട്. പക്ഷെ എന്നാലും വലിയ തിരക്കില്ലാതൊക്കെ പോകാം. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെ നിൽക്കാതെ തന്നെ നമുക്ക് പോകാൻ പറ്റി. സ്പീഡിൽ പോകും ലൈൻ. ആ ലൈനും തിരക്കും ഒക്കെ ഒന്ന് എടുത്തതാണ് വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി.
പിന്നെ അമ്പലത്തിനകത്തോട്ട് പോകുമ്പോൾ നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അമ്പലത്തിനകത്തൊക്കെ നന്നായിട്ട് നമുക്ക് ദർശനം കിട്ടി. നല്ല തിരക്കുണ്ടായിട്ടും പോലീസുകാരെല്ലാം വനിതാ പോലീസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും തൊഴിപ്പിച്ചിട്ട് തന്നെയാണ് അവർ വിട്ടത്. നന്നായിട്ട് നമുക്ക് അവിടെ നിന്ന് തൊഴാനും വഴിപാട് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റിയായിരുന്നു. ചുറ്റമ്പലങ്ങളിലൊക്കെ പോകാനും പറ വഴിപാടിട്ട് ചെയ്ത് പറയിടുന്നതാണ്. പറ വഴിപാടൊക്കെ ചെയ്യാൻ പറ്റി. ഞാനാണെങ്കിൽ മഞ്ഞൾപ്പറയിട്ട് അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ വർഷവും പോകുമ്പോഴും ഒരു പറ ഇടാറുണ്ട്. ഇങ്ങനെ പറ ഇടുകയാണ്. മഞ്ഞൾപ്പറ ദേവിക്ക് മുമ്പിൽ ഇടുന്നത് ഒരുപാട് അനുഗ്രഹമാണെന്ന് കേട്ടിട്ടുണ്ട്. ശിവനും പാർവതിക്കും രണ്ട് നിങ്ങൾക്കും നമുക്ക് പറയിടാം ഉള്ള അവസരമുണ്ട്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് ദേവിക്ക് മുന്നിൽ അല്ലെങ്കിൽ ദേവന് മുന്നിൽ പറയിടുന്നതാണിത്. അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. പുറത്ത് ആ വാതിൽ ഭാഗവും വിഗ്രഹത്തിൻ്റെ വെളിഭാഗങ്ങളെല്ലാം നമുക്ക് പുറത്ത് നിന്ന് നിൽക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുറ്റമ്പലമൊക്കെ ഉണ്ടല്ലോ, ചുറ്റമ്പലത്തിലുമൊക്കെ നമ്മൾ ചെയ്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടും അവിടുന്ന് തന്നെ ഒത്തിരി ഫുഡ് കഴിക്കണം, ആഹാരം. എല്ലാ വർഷവും പോകുമ്പോൾ അവിടുത്തെ ഒരു കഞ്ഞിക്കൊരു ഭയങ്കര പ്രത്യേകതയാണ്. അപ്പം നമുക്കൊരാഗ്രഹമാണ് നടന്ന് കഞ്ഞി കുടിക്കണമെന്നൊക്കെ. ഞങ്ങൾ മിക്ക ആൾക്കാരും ഞങ്ങൾ കഴിക്കാനായിട്ട് ഞങ്ങൾ പോയി. നല്ല തിരക്കായിരുന്നു. പക്ഷേ എങ്കിലും ആ തിരക്കിൽ ഞങ്ങൾ എല്ലാവരുമായിട്ട് നിന്ന് അവിടുന്ന് തന്നെ നമുക്ക് ആഹാരം കിട്ടുകയും ചെയ്തു. കുറേ ആൾക്കാർ അറിയാതെയൊക്കെ പോയി, തിരക്ക് കാരണം തിരിച്ചു പോയവരുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് നിന്ന് ഫുഡ് കഴിക്കാനുള്ള തിരക്കാണിത്. നമുക്ക് എത്ര ആഹാരം ഉണ്ടെങ്കിലും ദേവിയുടെ പ്രസാദം കഴിക്കുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. അമ്പലങ്ങളിൽ പോയി ഇത്തിരി പ്രസാദം കിട്ടുക എന്നൊരു ഭാഗ്യവും കഴിക്കുക എന്നൊരു പുണ്യവുമാണ്. അതുകൊണ്ട് ബാബുവും ഭാര്യയും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ പോയത്. കുറച്ച് നേരം നമ്മൾ നിന്നെങ്കിലും നമുക്ക് അവിടുത്തെ കഞ്ഞിയും പുഴുക്കും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനും ഇഷ്ടം പോലെ ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സമൃദ്ധിയായിട്ട് ഭക്ഷണം അവർ കൊടുക്കുന്നുണ്ട്. അത് കഴിക്കുമ്പം ചുറ്റും ഹോട്ടലുകളൊക്കെ ഇഷ്ടം പോലുണ്ട്. നമുക്ക് ഹോട്ടലിൽ കഴിച്ചുകൂടെ? പക്ഷേ അതല്ല, അവിടെ നിന്ന് ഇത്തിരി ഭക്ഷണം കിട്ടുക എന്നത് മഹാഭാഗ്യമാണ്. അവിടെ എല്ലാവരും പറഞ്ഞൊരു പുണ്യമാണ് അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ എപ്പോൾ പോയാലും അവിടുത്തെ ഇത്തിരി ഭക്ഷണം കഴിക്കാറുണ്ട്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇന്നൊരു ഭാഗ്യമായിരിക്കും അത് കിട്ടുന്നതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും നല്ല തിരക്ക്, ക്യൂ നിന്നാണ് ആഹാരം കഴിച്ചത്. പക്ഷെ എന്നാലും ഭയങ്കര സംതൃപ്തിയായിരുന്നു ആ ഭക്ഷണം കഴിച്ചതിൽ. ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും. അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നു. എല്ലാ ആൾക്കാരും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അത് കിട്ടാൻ ഭാഗ്യമുള്ള എല്ലാവർക്കും അവിടെ കിട്ടും. പിന്നെ ചിലർ തിരക്ക് കാരണമൊക്കെ അങ്ങ് പോകും. കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് ചിലപ്പം പറ്റത്തില്ലായിരിക്കും. ബാക്കിയെല്ലാം മിക്ക ആൾക്കാരും അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ അവിടെ ഇഷ്ടം പോലെ കച്ചവടങ്ങളാണ്. എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക്. കമ്മലുകളുടെയൊക്കെ ഒരു മേളയാണ്. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യവും നമുക്കവിടെ ഉണ്ട്. പക്ഷേ അതിനുള്ളൊരു അവസരവും നമുക്ക് ബാബു തരാറുണ്ട്. ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോകുന്നവിടെ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു സഹായമുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നത്. നമ്മളിങ്ങനെ ആദ്യം ഞാനും വിചാരിച്ചു ഇങ്ങനെയൊക്കെ ടൂറിസ്റ്റ് വണ്ടി പോയാൽ നമ്മളെങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കുഴപ്പവും. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ പോകുന്നത് അതേ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് എല്ലായിടവും കയറാനും എല്ലാം വാങ്ങിക്കാനും എല്ലാം ഉള്ള അവസരമുണ്ട്. അടുത്തത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചോറ്റാനിക്കര അമ്പലത്തിലോട്ട് പോവുകയാണ്. അവിടെയും കുറച്ച് തിരക്കൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അമ്പലത്തിനകത്തോട്ടൊന്നും ഒരുപാട് വീഡിയോ എടുത്തുവിടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചുറ്റുമൊക്കെ കുറച്ച് വീഡിയോ എടുത്ത ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ഞങ്ങൾ കയറി. അവിടെ നിന്നാണ് നമ്മൾ വൈകിട്ടത്തെ കാപ്പിയൊക്കെ കുടിച്ചത്. മണ്ഡല സമയം കൂടെ ഒക്കെ ആയതുകൊണ്ട് അയ്യപ്പന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മകരവിളക്കൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അയ്യപ്പന്മാരുടെയൊക്കെ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ തൊഴാൻ. പക്ഷേ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് ഒരുപാട് ക്യൂ നിൽക്കാതെ തൊഴാനൊരവസരം അവിടെ കിട്ടി. അതും ഒരു ഭാഗ്യമായിരുന്നു.
ഇത്രയും തിരക്കൊക്കെ കണ്ട് അകത്ത് കയറിയപ്പോൾ നല്ല തിരക്കാണ്. അകത്ത് കയറി തിരക്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു തൊഴാൻ പറ്റത്തില്ല. പക്ഷേ ഒരു തിരുമേനി ഞങ്ങളെ ഇടയിൽ കൂടെ കയറ്റി. എന്തായാലും ഞാനും ഹസ്ബൻഡും ബാബു എല്ലാവരും ഞങ്ങൾ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കയറി. എല്ലാവരും ചോദിച്ചു തിരക്കിൽ എങ്ങനെ കയറിയെന്ന് നമ്മളോട് ചോദിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുകയും ചെയ്തു. പിന്നെ ബാക്കി എല്ലാവരും കയറി. അതൊരു ഭാഗ്യമായിരുന്നു. തിരക്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് കയറാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അവിടെ എല്ലാം നമ്മൾ ചുറ്റിയെല്ലാം തൊഴുത് കീഴ്ക്കാവിലും ഒക്കെ പോയി. പക്ഷേ അവിടുത്തെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു അനുവാദം നമുക്കില്ല. പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ എടുത്ത്. നന്നായിട്ട് ഇഷ്ടംപോലെ ക്യൂ ആയിരുന്നു അവിടെ. ഇവിടെയും നമ്മൾ എല്ലാ വർഷവും വരും. ഇവരുടെ കൂടെ പോകുന്ന സമയത്ത് എല്ലാം ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ, ഭയങ്കര ക്യൂ ആണ്. പക്ഷെ ആ ക്യൂവിലൊന്നും അല്ലാതെ തന്നെ നമുക്ക് കയറാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതൊരു നല്ല അനുഗ്രഹമായിരുന്നു ദേവിയുടെ, കാനിക്കര അമ്മയുടെ. പിന്നെ അവിടെ ചുറ്റുമൊക്കെ എടുത്ത് കീഴ്ക്കാവിൽ അമ്പലത്തിൻ്റെ അടുത്തുമൊക്കെ ഞങ്ങൾ നന്നായിട്ട് പോയി തൊഴുത്. അപ്പോൾ അവിടെ എടുത്തുവിടാമെന്ന് പറഞ്ഞ് അകത്തോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ എടുത്ത്. എല്ലാവരും നിൽക്കും. അയ്യപ്പ ഭക്തന്മാരാണ് ഏറ്റവും കൂടുതൽ. മണ്ഡല സമയം കൂടെ മകരവിളക്കും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ പോകാൻ വരുന്നവരും എല്ലാം ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. ആൾക്കാരുടെ നല്ല തിരക്ക്. ഈ തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ഇത് അമ്പലത്തിൽ പോവും. അങ്ങനെ ഒരിടത്ത് ചെന്ന് നിന്നപ്പോഴാണ് നമുക്ക് അതിനൊരു ഭാഗ്യം കിട്ടിയത്. അവിടെയും പറയുകയൊക്കെ ഉണ്ട്. ഓരോരുത്തരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു തൊഴുതിറങ്ങി വരുന്നവരെ. പിന്നെ ഞങ്ങൾ പുറത്ത് വന്ന് വൈകിട്ടത്തെ ഈവനിങ് കാപ്പി ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ചോറ്റാനിക്കരയിൽ നിന്ന് തിരിച്ചു പോയത്. കുറച്ച് സമയം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടവും ഞങ്ങൾ പോയി തൊഴുത്. കീഴ്ക്കാവിലും മറ്റേ സർപ്പദൈവങ്ങളുടെ അടുത്തും അയ്യപ്പൻ്റെ അടുത്തും എല്ലായിടവും പോയി തൊഴുത്. പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് നന്നായിട്ട് തൊഴാൻ പറ്റും. ഒരുപാട് വണ്ടിക്കാരെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമുക്ക് സമയം കിട്ടത്തില്ല തൊഴാനെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് നല്ലോണം തൊഴാനുള്ള സമയം കിട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ അമ്പലം എന്ന് വെച്ചാൽ പൂർണ്ണ ത്രയേശ്വരം. അത് സന്ധ്യയായി. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ആ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോയത്. പൂർണ്ണ ത്രയേശ്വരം മഹാവിഷ്ണു ക്ഷേത്രമാണ്. അതൊരു വലിയ അമ്പലമാണ്. സന്ധ്യയ്ക്ക് ദാണ്ട നല്ല ചുറ്റുവിളക്കൊക്കെ കത്തിച്ചേക്കുന്നത്. ഇവിടെയും ഭയങ്കര വിശേഷമാണ്. കുഞ്ഞുങ്ങളുണ്ടാകാത്തവരൊക്കെ ഇവിടെ വന്ന് നേർച്ചയൊക്കെ ഇട്ട് സന്താനഗോപാല പൂജയൊക്കെ ഇവിടുത്തെ വളരെ പ്രത്യേകതയാണെന്നൊരു അവിടെ ഒന്ന് സംസാരിച്ച് നമ്മൾ ചോദിച്ചപ്പം പറഞ്ഞ് ഭയങ്കര വലിയൊരു അമ്പലമാണ്. അത് സന്ധ്യ സമയത്ത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ പോകുമ്പം ബാബു ഓരോ അമ്പലങ്ങൾ മാറി മാറി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അമ്പലമാണ് ഇപ്പോൾ ഇത് എനിക്ക് കാണാൻ പറ്റിയത്. മറ്റേ ആമയുടെ അമ്പലമൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അവിടെ തൃപ്പൂണിത്തറ, ഇത് തൃപ്പൂണിത്തറയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് പോയത്. അതുകൊണ്ട് ഈ അമ്പലം കാണാൻ പറ്റി. അവിടെ നിന്ന് ഞങ്ങൾക്ക് പാൽപ്പായസം കിട്ടി. അതും ഒരു മഹാത്ഭുതമായിരുന്നു. ഇഷ്ടം പോലെ പാൽപ്പായസം. അത് കുറച്ചൊന്നും അല്ല, ഞങ്ങൾ ഓരോരുത്തരും 2-3 ഗ്ലാസ് വീതം കുടിക്കുമായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ അവിടെ അടുത്ത് നിന്ന് ഒരു സ്ത്രീ പറഞ്ഞ് അയ്യോ ഇത് കിട്ടുന്നത് മഹാഭാഗ്യമാണ്, ഈ പാൽപ്പായസം കുടിക്കാൻ കിട്ടുന്നത്, നിങ്ങൾ നല്ല സമയത്താണ് വന്നതെന്ന് പറഞ്ഞു. അതും ഞങ്ങൾക്കൊരു ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു. അവിടെ എല്ലാം കണ്ട് തൊഴുത് എല്ലാം സന്തോഷമായിട്ട് ഞങ്ങൾ പിന്നെ അങ്ങ് തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ്. നന്നായിട്ട് എല്ലായിടവും നമുക്ക് തൊഴാൻ പറ്റി. അത് ഭയങ്കര സന്തോഷം. ബാബുവിനോട് പ്രത്യേക നന്ദിയുണ്ട്. ബാബുവിൻ്റെയും ഫാമിലിയോടും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കൂടെ അവർ എല്ലാ സ്ഥലത്തും വരികയും നമ്മളെ എല്ലാം നല്ല കെയർ ചെയ്യുകയും എല്ലാം ചെയ്തായിരുന്നു. ഞങ്ങളിനി എപ്പോൾ പോയാലും ബാബുവിൻ്റെ കൂടെ മാത്രമേ പോകത്തുള്ളൂ. അത്രയും സന്തോഷമുള്ള ഒരാളാണ്. അത്രയും നമ്മളെ ഒരു സഹോദരിമാരെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരോട് കൂടെ തന്നെ നമുക്ക് പോകാൻ തോന്നും. പല ആൾക്കാരും നമ്മളെ വിളിക്കാറുണ്ട് വണ്ടിയിൽ പോകുന്നവർ, പക്ഷേ ഞങ്ങൾ ആരോടും പോകാറില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങളങ്ങ് തിരിച്ചു പോവുകയാണ്. ഇനി വീട്ടിലോട്ടൊക്കെ ഉള്ള യാത്രയാണ്. നിങ്ങളെല്ലാവരും ഇത് കാണുക. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ ഇനി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം. നമുക്ക് മനസ്സിന് ഒരുപാട് ശാന്തിയും സന്തോഷവും തരുന്നതാണ് ഈ ഇങ്ങനെയുള്ള യാത്രയൊക്കെ. ഞങ്ങൾ രാത്രി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 11 മണിയോളമായി.
എങ്കിലും ഒരു ഭയങ്കര സന്തോഷം എല്ലാവരുമായിട്ട് പോയപ്പോഴൊക്കെ ഒത്തിരി മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും എല്ലാവർക്കും പറ്റുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. അതൊരു വലിയ പുണ്യവും അനുഗ്രഹവുമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. രാത്രിയായി ഞങ്ങൾ തിരിച്ച് വന്നപ്പം കൊല്ലത്തുനിന്ന് ഞങ്ങൾ വെളുപ്പിന് 2:30 മണിക്കാണ് ഈ വണ്ടി വിട്ടത്. തിരിച്ച് ഞങ്ങൾ 11:30 മണിയായപ്പം ഞങ്ങളുടെ വീട് രാമംകുളങ്ങര എത്തി. നല്ലൊരു യാത്ര, നമുക്കെപ്പോഴും ഒരു അനുഭവം തരുന്നൊരു യാത്രയായിരുന്നു അവരുടെ കൂടെയുള്ള യാത്ര. അതിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒത്തിരി സന്ധ്യ സമയത്തും ആ പൂജയൊക്കെ കാണാനും ഒക്കെ നമുക്കിവിടെ പറ്റി. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവരും കാണുക. ഇതൊരു പുതിയ ചാനലാണ്, ലതിക ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പുതിയ ചാനലാണ്. എനിക്കൊരു ഋഷിയോഗ അക്കാഡമി ഉണ്ട്, അതിൽ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പുതിയ ചാനലാണ്, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതും നിങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ.